എൻ്റെ പേര് ഷൈജു. ഞാൻ എറണാകുളം ജില്ലയിൽ കോതാർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 3 മാസങ്ങൾക്ക് മുൻപാണ് കൃപാസനം മരിയൻ സന്നിധാനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതായത് 2023 ജൂലൈ 26-നാണ്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ വലത്തെ കൈയും ഇടത്തെ കൈയിലും കാൽസിഫിക്കേഷൻ വന്ന് കൈ ഉയർത്താൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് ഓയിൽ റിഗിലാണ്, ഓഫ് ഷോർ. അപ്പോൾ 1 മാസം ജോലി, 1 മാസം അവധിയുമാണ്. അപ്പോൾ അത് ഉടമ്പടിക്ക് മുൻപ് 5 മാസം മുൻപാണ് ഈ അസുഖം തുടങ്ങിയത്. അപ്പോൾ ഓരോ അവധിക്ക് വരുമ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. പല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടും അല്ലാതെയും OP-യും ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു. അതിൻ്റെ പെയിൻ കില്ലറും അതുപോലെ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. വേദന തൽക്കാലം മാറും പോവെങ്കിലും വേദന മാറിയിരുന്നില്ല. അങ്ങനെ ഈ 5 മാസം കൊണ്ട് പല പല ട്രീറ്റ്മെൻറ്റും അതുപോലെ ആയുർവേദം, ഹോമിയോ എല്ലാ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. മലപ്പുറം കോട്ടക്കൽ അഡ്മിറ്റായി, അവിടെ തിരുമ്മി എല്ലാം ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ജൂലൈ ഉടമ്പടി എടുക്കുന്ന 2 ആഴ്ച മുൻപ് എൻ്റെ വലത്തെ കൈ ഒട്ടും തന്നെ പൊങ്ങാതായി. അത് ശരീരത്തോട് ഒട്ടിയ ഒരവസ്ഥയിലായിരുന്നു. ഒട്ടിയിട്ട് അത് ബെഡ് സോറായി. അത് ഒട്ടും തന്നെ അനക്കാൻ പറ്റുന്നില്ല, വേദന കൊണ്ട് വിങ്ങുന്ന അവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം MRI എടുക്കേണ്ടി വന്നു. MRIയും CT എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഒരു ഡീറ്റെയിൽ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിൽ എൻ്റെ അടുത്തുള്ളത്. ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്, ഞാൻ ഈ സാക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിയായിരുന്നു. സാക്ഷ്യം പറയുക എന്നത് ഒരു ഉള്ളതിനേക്കാൾ കൂട്ടി പറയുക എന്ന ഒരു സംഭവമാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ MRI റിപ്പോർട്ട് കണ്ട് ഡോക്ടർ പറഞ്ഞു സ്പോർട്സ് സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. കാരണം ഈ കാൽസിഫിക്കേഷൻ മസിലിൽ ടിയേഴ്സ് ഉണ്ടാക്കി, ടെൻഡൻ വെയിനും ഡാമേജ് ഉണ്ടാക്കി, അതുപോലെ ഡീജനറേറ്റീവ് ചേഞ്ചസും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ 2 കീഹോൾ സർജറി ചെയ്യണം, പക്ഷേ 2 സ്റ്റേജായിട്ട് ചെയ്യണം. ചെയ്ത ശേഷവും 100% അത് ക്യൂറാവെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ 3 മാസം തൊട്ട് 6 മാസം വരെയെങ്കിലും റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പല ഹോസ്പിറ്റലും സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത ശേഷം സർജറി തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് മുമ്പ് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിലെ ഞാൻ ഒഴിച്ച് എല്ലാവരും നല്ല വിശ്വാസികൾ. എൻ്റെ വൈഫ് കാറ്റസിൻ ടീച്ചറാണ്. അമ്മയും അച്ഛനും എല്ലാവരും നല്ല വിശ്വാസികളാണ്. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലും പലപ്പോഴും ബുദ്ധിയും യുക്തിയും കൊണ്ടാണ് ഞാൻ വിശ്വാസം അളന്നിരുന്നത്. എന്നുവെച്ചാൽ പ്രവൃത്തിയാണ് കൂടുതൽ വിശ്വസിച്ചിരുന്നത്. അതേപോലെ മധ്യസ്ഥ പ്രാർത്ഥനയോട് എനിക്ക് എന്തുകൊണ്ടോ യോജിപ്പുണ്ടായിരുന്നില്ല. ഞാൻ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചിരുന്നത്, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞാനാകെ തളർന്നൊരവസ്ഥയായിരുന്നു. കാരണം ജോലി പോവും, റെസ്റ്റ് എടുക്കണം, അതേപോലെ എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വൈഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ മരിയൻ സന്നിധാനത്തിൽ വന്നു, കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. എനിക്ക് പല കാര്യങ്ങളും എൻ്റെ ഇഷ്ടപ്രകാരമാണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷേ ഞാൻ ഉടമ്പടി ആ ടോക്ക് കേട്ടതും ഈ അച്ഛൻ്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ സിസ്റ്റേഴ്സിൻ്റെ എല്ലാ കിടപടി ഞാൻ വിശ്വസിച്ചു. മാതാവിൻ്റെ സന്നിധാനത്തിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ കൈ ബാൻഡേഡ് ഇട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഒട്ടും തന്നെ എനിക്ക് യാത്ര ചെയ്യുന്ന പറഞ്ഞത്, നല്ല വേദനയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയ കൃപ കിട്ടി. അച്ഛൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പറഞ്ഞു, സാക്ഷ്യം പറയാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ഒരാഴ്ച നെക്സ്റ്റ് ട്യൂസ്ഡേ, അതായത് 5 ദിവസത്തിന് ശേഷം ഓപ്പറേഷൻ അഡ്മിറ്റ് ആവണമായിരുന്നു. അങ്ങനെ ഡേറ്റ് എടുത്താണ് വന്നത്. അപ്പോൾ അതിനു മുമ്പ് 6 നിയോഗങ്ങളിൽ 1 എഴുതിയത് ജീവിത വിശുദ്ധിയാണ്. ഈ ഞാനൊരു ഷിപ്പ് കാരണം അവിടുത്തെ ലൈഫ് അത്ര ഒരു ആത്മീയത നിറഞ്ഞതല്ലായിരുന്നു. അതേപോലെ 2ാമതാണ് ഞാൻ എൻ്റെ കൈയുടെ വിഷയങ്ങൾ എഴുതിയത്. അങ്ങനെ വീട്ടിൽ പോയി. അന്ന് വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ വേദന കൂടി. യാത്ര ചെയ്തുകൊണ്ടായിരിക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ വാഷ് ബേസിനിൽ എൻ്റെ ഒരു കയ്യിലെ ഗ്ലാസ് വീണു. അത് ഒരു നിമിത്തമാണ് മാതാവ് ഇടയാക്കിയെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. എൻ്റെ കൈ വിങ്ങാൻ തുടങ്ങി. പഴയതുപോലെതിനേക്കാൾ കൂടുതൽ വേദന ആയി തുടങ്ങി. ആരോടും പറയാതെ പെയിൻ കില്ലർ കഴിച്ച് ഞാൻ പോയി കിടന്നു. പക്ഷേ രാവിലെ ഒരു 3 മണി 4 മണി ആയപ്പോഴേക്കും വേദന കൂടി. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഓപ്പറേഷൻ നീട്ടി വെക്കണതിന് പകരം അന്ന് തന്നെ ചെയ്യേണ്ടി വരുമെന്ന് കരുതി. അപ്പോൾ അന്ന് ഇവിടെ കേട്ട ക്ലാസ് എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുപോലെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവാണ് ഏറ്റവും നല്ല മധ്യസ്ഥ. യേശുവിൻ്റെ അടുത്ത കാര്യങ്ങൾ നേടിത്തരുവാൻ മാതാവിനോട് പ്രാർത്ഥിക്കണം, കൊന്ത എടുക്കണം. എനിക്ക് 48 വയസ്സുണ്ട്. ഞാൻ ജീവിതത്തിൽ കൊന്ത ഇതുവരെ കൈ എടുത്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അന്ന് വൈകിട്ട് ഈ വെളുപ്പിന് 3 മണിക്ക് മേശപ്പുറത്തിരുന്ന കൊന്ത എടുത്ത്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു, ബുക്ക് എടുത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങി.
സന്തോഷത്തിൻ്റെ രഹസ്യം, ഈശോമിശിഹായെ പ്രസവിക്കുന്ന മംഗളവാർത്ത തുടങ്ങി 5 രഹസ്യം പഠിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിലെ വിങ്ങൽ മാറി. ഞാനിത് പറയുന്നത് ഈ സാക്ഷ്യത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ടിട്ട് എനിക്ക് സന്തോഷവും ഭയവും ഒപ്പം ഉണ്ടായി. സന്തോഷം തോന്നിയത് എൻ്റെ കൈയുടെ വേദന മാറി, കുറഞ്ഞു തുടങ്ങി. ഭയം ഉള്ളത് വന്നത് മാതാവ് എന്നത് സത്യമാണ്, അത് നമ്മൾ വിശ്വസിക്കുക പ്രാർത്ഥിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഭയമുണ്ടായി. ഞാനത് എന്നെ തന്നെ തിരുത്താൻ തുടങ്ങി. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തൈലവും ഉപ്പും എല്ലാം വ്യഞ്ചരിച്ച വസ്തുക്കളും വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കാൻ തുടങ്ങി. രാവിലെ പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടായി, നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്, വണ്ടിയിൽ പോകാൻ പറ്റാത്ത കാരണം. 5 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണമായിരുന്നു. അങ്ങനെ 3-ാം ദിവസമായി ഞായറാഴ്ച പള്ളിയിലൊരു ബൈബിൾ വായന കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ കൈ പൊങ്ങി. എൻ്റെ കൈ പൊങ്ങില്ലായിരുന്നു, ശരീരത്തിൽ ഒട്ടിയിരിക്കുകയായിരുന്നു. ആ അവസ്ഥ മാറി എൻ്റെ കൈ എനിക്ക് ഉയർത്താൻ പറ്റി. അപ്പോൾ എൻ്റെ ശരിക്കും കൈ ഉയർത്തൽ കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം കരയാൻ തുടങ്ങി. എനിക്കും സത്യത്തിൽ സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ചായിരുന്നു. കാരണം ഞാനത് വിചാരിച്ചതിനപ്പുറത്തായിരുന്നു എനിക്ക് ദൈവം സാധിച്ചു തന്നത്. അങ്ങനെ ഈ ഓപ്പറേഷൻ ഡേറ്റിൽ ഞങ്ങൾ, അതായത് പിറ്റേ ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ ഒരു മുസ്ലിം ഡോക്ടറാണ്. ഡോക്ടർ ഒറ്റ വാക്കിൽ ഇതേ പറഞ്ഞുള്ളൂ, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഡോക്ടറിന് എന്താണെന്നോ കൃപാസനം എന്താണെന്നോ അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു, ഫിസിയോതെറാപ്പി. പക്ഷേ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, 3 മാസം തൊട്ട് 6 മാസം വരെ റെസ്റ്റ് എടുക്കണം, ഹെവി വെയിറ്റ് ഒരു കാരണവശാലും എടുക്കരുത്. അപ്പോൾ ഞാൻ ഓയിൽ റിഗിൽ മെക്കാനിക്കൽ ടെക്നീഷ്യനാണ്, എനിക്ക് ഹെവി വെയിറ്റ് എടുത്തേ പറ്റൂ എൻ്റെ ജോലിയുടെ ഭാഗമായി. അതുകൊണ്ട് ജോലി ഞാൻ 6 മാസത്തേക്ക് ലീവ് കൊടുത്തു. ലീവ് സാങ്ഷനായി. അപ്പോൾ ഇന്ത്യയിൽ തന്നെയായിരുന്നു ജോലി. ശരിക്കും എൻ്റെ ഉള്ളിൽ ഞാൻ യോഗം എഴുതിയില്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ 2020 വരെയും പുറത്തായിരുന്നു ജോലി, ആഫ്രിക്കയിലും പല സ്ഥലങ്ങളായി. പുറത്തേക്ക് പോകാൻ ഒരു അവസരം തരണേ, ഇവിടെ ടാക്സ് കൊടുത്ത് ജോലി ചെയ്യാൻ ഒരു മനസ്സുകൊണ്ട് വിഷമമായിരുന്നുകൊണ്ട് അതും നിയോഗത്തിൽ ഞാൻ എഴുതിയില്ലെങ്കിലും ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഈ 1 മാസം വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഓഫർ വന്നു. പക്ഷേ ലീവ് കൊടുത്ത കാരണം അവർ 6 മാസം കഴിഞ്ഞ് പോകേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അവർ എങ്ങനെയോ അറിയാതെ 1 മാസത്തിനുള്ളിൽ എനിക്ക് ടിക്കറ്റും വിസയും വന്നു. എനിക്ക് പോകേണ്ടായി വന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫിനാൻഷ്യൽ ടൈറ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ജോയിൻ ചെയ്തു. മാതാവിൻ്റെ കൃപാസന പ്രാർത്ഥന കൊണ്ട് എല്ലാ ദിവസവും ഞാൻ ചൊല്ലുമായിരുന്നു. സാധാരണ 28 ദിവസം ചെയ്യേണ്ട ജോലി ഞാൻ 50 ദിവസം ചെയ്തു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 3 ദിവസം മുമ്പ് ഇവിടെ എത്തി. 2 കരങ്ങളും ഞാൻ ഉയർത്തി ഒരേപോലെ ജോലി ചെയ്തു. 25 കിലോയിൽ കൂടുതലുള്ള ഭാരം ഉയർത്തി ഞാൻ ജോലി ചെയ്യുമായിരുന്നു. കാരണം അങ്ങനെ വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ അല്ല, എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പലപ്പോഴും ചെയ്യേണ്ടി വരും, ട്രബിൾ ഷൂട്ടിങ് പല കാര്യങ്ങളുമായിട്ട്. അങ്ങനെ ഇവിടെ വന്നു. ഞാൻ എന്നോട് അച്ഛനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, സാക്ഷ്യം അങ്ങനെ ഒരു വാക്കച്ഛൻ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛൻ ഇവിടെ വന്ന് കണ്ടു. എൻ്റെ 3 കാര്യങ്ങൾ, അതേപോലെ 3-ാമത്തെ കാര്യമാണ് ഞാൻ വിദേശത്തുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ 3 കാര്യങ്ങളും ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് മാതാവ് നടത്തിയതിൽ ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഒരു ദൈവാനുഭവത്തിൻ്റെ യാത്രയാണ് ഉടമ്പടി എന്നുള്ളതറിയാം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ഗ്യാപ്പാണ്. അതിന് ആദ്യം ഉണ്ടാവേണ്ടത് ഒരു തുറവിയുള്ളൊരു ഹൃദയം, ഇവിടം വരെ എത്തിച്ചേരുക, ഉടമ്പടി എടുക്കുക. ഒരു പക്ഷേ തൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയുമൊക്കെ ദൈവം കേട്ടതിൻ്റെ ഫലമായിരിക്കും. അങ്ങനെ ഒരു തുറവി ലഭിച്ചു, അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ ഒരു ആവശ്യത്തിനും ഇങ്ങനൊരു തുറവി ലഭിച്ചു ഇവിടെ വരികയും അത് ദൈവത്തിലേക്ക് ഒരു സ്റ്റെപ്പ് നമ്മൾ അങ്ങോട്ട് വെക്കുമ്പോൾ കർത്താവ് അതനുസരിച്ച് 2-3 സ്റ്റെപ്പുകൾ ഇങ്ങോട്ട് വെക്കും എന്നുള്ള കാര്യത്തിൽ ഇവിടെ പറയുന്ന പല സാക്ഷ്യങ്ങളും ഉദാഹരണമാണ്. അങ്ങനെ തുറവിയുള്ളൊരു ഹൃദയം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു പക്ഷേ അതൊക്കെ ഒന്ന് നിയോഗങ്ങളായിട്ട് എഴുതി വെക്കാനായിട്ടുള്ളൊരു, ഇനി ചിലർ ഇവിടെ വരാനായിട്ട് വാതിക്ക് വരെ വന്നിട്ട് പോലും കയറാത്ത മക്കളുള്ള കാര്യം ഇവിടെ അമ്മമാർ പറയുന്നുണ്ട്. വാതിക്ക് കൊണ്ടിട്ടിട്ട് പോകുന്ന ജീവിത പങ്കാളികളുടെ കാര്യവും ചില സാക്ഷ്യങ്ങളിലുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ അകത്തോട്ട് കയറുക, അല്ലെങ്കിൽ ഇതിൽ ഒരു ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടെന്നൊരു ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഒന്ന് തുറന്ന ഹൃദയമായിട്ട് എത്തിച്ചേരുന്നവരൊക്കെ ഇവിടെ നിരാശപ്പെടാതെ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ സാക്ഷ്യത്തിലൊന്നും അധികം വിശ്വാസം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ജപമാല കയ്യിൽ ഇപ്പം 48 വയസ്സോളം ഉണ്ട്, അത് ജപമാല ഞാൻ കയ്യിൽ എടുത്തിട്ടില്ല എന്നാണ് ഒരു വ്യക്തി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. അതിനുശേഷം ഇതിലൊക്കെ ഒരു എക്സാജറേഷൻ ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ സാധാരണ യുക്തിയിൽ ചിന്തിക്കാവുന്ന കാര്യം. പല സാക്ഷ്യങ്ങളും ആരംഭിക്കുന്നതും
ഇതൊരു തട്ടിപ്പ് കേന്ദ്രമാണെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സാക്ഷ്യം മുഴുവൻ തട്ടിപ്പാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവസാനം അയാൾ തന്നെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇടവരുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. രണ്ടാമത്തേത്, അങ്ങനെ തുറന്നൊരു ഹൃദയമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ പറഞ്ഞു, കൈ ഒട്ടിപ്പിടിച്ച അവസ്ഥയിൽ നിന്ന് ദൈവം ഇത്തരത്തിലെത്തിച്ചു. ജപമാലയുടെ ശക്തി എന്താണെന്ന് നമ്മളിപ്പോൾ എത്ര പള്ളിപ്രസംഗം നടത്തിയാലും ധ്യാനം കൂടിയാലും ഒരു വ്യക്തി മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധമില്ല, അല്ലെങ്കിൽ ഒരു അനുഭവമുള്ള. പക്ഷേ അങ്ങനെ ഒരു അനുഭവം അമ്മ തന്നെ ഒരു സാഹചര്യം ക്രമപ്പെടുത്തി ജപമാല 5 രഹസ്യങ്ങൾ ചൊല്ലി തീർന്നപ്പം വേദന, അതൊരു വ്യക്തിപരമായ അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് ഇനി വേറെ ആൾക്കും മാറ്റാനോ തിരിക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. അങ്ങനൊരു അനുഭവമില്ല. ഇപ്പം കയ്യിലെടുക്കാത്ത ജപമാല വന്നപ്പോൾ തൊട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് മാറ്റാത്തൊരു ഒരു ജപമാലയുടെ ഒരു വലിയൊരു വിശ്വാസത്തെ, അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കി. ഒപ്പം വ്യക്തിപരമായ അനുഭവത്തിലൂടെയും വെച്ച നിയോഗങ്ങളിലും 3 എണ്ണവും പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പം അവസാനം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവം ജീവിക്കുന്നുണ്ടെന്നും പരിശുദ്ധ അമ്മ സത്യമാണെന്നും ദൈവാനുഭവങ്ങൾ പ്രാർത്ഥിക്കുന്നവരോടൊപ്പം ഉണ്ട് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കിയെങ്കിൽ അതാണ് ലഭിച്ച സൗഖ്യത്തെക്കാളും പുറത്തേക്ക് പോകാൻ ലഭിച്ച, വിദേശത്തിലേക്ക് ലഭിച്ച ജോലിയെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ഈ മകന് ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഇപ്പം അമ്മ കൂടെ നടക്കുന്നുണ്ടൊരു അനുഭവം ലഭിച്ചു. ഇനിയും ഒരുപാട് പേർക്ക്, ഏറെ പ്രത്യേകിച്ച് ദൈവ സ്നേഹം വിശ്വാസത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹമുള്ളവർക്കൊക്കെ പരിശുദ്ധ അമ്മ നമുക്ക് യേശുവിൻ്റെ മുമ്പ് മധ്യസ്ഥയായിരിക്കുന്നത് പോലെ അനേകർക്കൊരു മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ ഒരു ഉപകരണമായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ പ്രതി നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.